എനിക്കറിഞ്ഞൂടാ ഞാൻ ഇത് എവിടെയാണ് വന്ന് പെട്ടേക്കുന്നതെന്ന്. നോക്ക് കണ്ണുണ്ടപ്പോഴായി ഏതോ ഒരു സ്ഥലം. ഇത് ഏത് സ്ഥലം അറിയാൻ വയ്യ. ഇത് എവിടെയാണ് എന്തോ. അപ്പോ നിങ്ങൾക്ക് വല്ല പിടിയുണ്ടോ ഒന്ന് കമന്റ് ചെയ്യാട്ടാ. ഞാൻ ഇവിടെ വന്ന് കണ്ണു തുറന്നപ്പോഴായി ഇവിടെ വന്നിരിക്കുന്നു. അപ്പൊ ആർക്കെങ്കിലും വല്ല അറിയാമെങ്കിൽ പറയും. എന്തായാലും നമുക്ക് ഈ സ്ഥലം ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. അപ്പൊ കുറെ മരമൊക്കെ ഉണ്ട്. ഇത് മുറിക്കാനൊക്കെ പറ്റൂല. ആഹാ, ഇത് ഓക്ക് ലോക. ഓക്കെ, ഓക്ക് ലോക. ഇനി എന്തൊരു സെറ്റ് ചെയ്യാൻ കുറെ എടുക്കാം. ഇതൊക്കെ എടുക്കാൻ പറ്റുമോ ഞാൻ അറിഞ്ഞില്ലേ. ഓക്കെ, ഓക്ക്. എന്തൊരു വേലി. ഇതൊക്കെ ഇവിടെ വയ്ക്കാൻ പറ്റും. ഓക്കെ, ഓക്കെ. ഇനി കുറെ ഫുഡ് ഇതിനൊക്കെ ഉപയോഗിക്കാം. നമുക്ക് അറിയാലോ, സർവൈവൽ ഫുഡാണ് മെയിൻ. കുറെ ഫുഡൊക്കെ സെറ്റ് ചെയ്യുക എന്നതാണ് ഇപ്പോഴത്തെ ഒരു പ്ലാൻ. ഒരു മിനിറ്റ്, ഇത് നോക്ക്. ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. നീ ഞാനേ എന്റെ പോക്കറ്റ് നോക്കിയപ്പോ ഇങ്ങനെ കുറെ കിടക്കുന്നത് കേട്ടാ. എന്തിനു ചെയ്യാനാണെന്തോ. ഞാൻ യൂട്യൂബിൽ അടിച്ചു നോക്കിയപ്പോഴത്തേക്കും മൈൻക്രാഫ്റ്റ് എന്ന് പറഞ്ഞൊരു ഗെയിം. ആ ഗെയിമാണ് ഇതെന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് വുഡ് വെച്ചപ്പോ മറ്റേ സാധനം കിട്ടി. എന്തൊരു പ്ലാന്റ് എന്തോ. ഓക്കെ, അപ്പം ഓ, ക്രാഫ്റ്റിംഗ് ടേബിൾ ഇതാണ് ഇതിലെ മെയിൻ എന്നൊക്കെയാണ് പറയുന്നത് കേട്ടാ. അപ്പം ഇതിൽ നമുക്ക് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റും എന്ന് കാണിക്കും എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, അടുത്തത് വേറെയും മരം ഉണ്ടെങ്കിലും നമുക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് കാണിക്കുന്നത്. ഇനി മറ്റേ ടേബിൾ വെച്ച് എത്തി കൂടെ കുറെ സാധനം ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. നമുക്ക് വെച്ച് നോക്കാം. ഇതിന് 3 കോളംസ് ഉണ്ട് കേട്ടാ. 3 കോളം 3 റോയും ഉണ്ട്. മറ്റേ 2 കോളം 2 റോ. ഓക്കെ, ഇങ്ങനെ വെച്ചാൽ സ്റ്റിക്ക് കിട്ടും നമുക്ക്. പക്ഷെ നമുക്ക് ഏറ്റവും മെയിൻ ആയിട്ട് വേണ്ടത് വുഡാണ്. വുഡ് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം സെറ്റ് ചെയ്യാൻ പറ്റുമോ. അപ്പൊ ഈ ഗെയിം എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ അകത്തൊരു ഡ്രാഗൺ കണക്ക് എന്തോ ഉണ്ട്. അപ്പൊ അതിനെ കൊന്നാൽ നമ്മൾ ഈ ഗെയിം ഫിനിഷ് ആവും. ഈ ഗെയിം ഫിനിഷായ എനിക്ക് ഈ വേൾഡിൽ നിന്ന് എന്റെ ഒറിജിനൽ വേൾഡിലോട്ട് വരാൻ പറ്റുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റിയത് കേട്ടാ. ഇങ്ങനെ വെച്ചാൽ ഡോർ ട്രാപ്പ് ഡോർ. ഓക്കെ, ഈ ബോട്ടാ. ബോട്ട് ബോട്ട് വെച്ച് നമുക്ക് പോവാൻ പറ്റും. ഫ്രണ്ടില് കടലാണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പം നമുക്ക് ഈ ബോട്ട് വെച്ച് തുഴഞ്ഞു പോവാം കേട്ടാ. പിന്നെ വേറെ കാര്യം പറയാൻ പറഞ്ഞു. ഈ ഗെയിമില് ഒരു വില്ലേജ് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അപ്പൊ നമ്മുടെ ഈ ദിവസം നമ്മൾ ഫുള്ള് ചെലവഴിക്കാൻ പോകുന്നത് ആ വില്ലേജ് കണ്ടുപിടിക്കാനാണ്. ഓക്കെ, അപ്പൊ ഞാൻ കുറെ തുഴഞ്ഞു പോവുകയാണ്. ഞാൻ വില്ലേജ് കണ്ടുപിടിച്ചിട്ട് നിങ്ങളെ വിളിക്കാൻ കേട്ടാ. നമ്മള് ഒരു കരയ്ക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ആ വില്ലേജ് കാണുമെന്ന് തിരഞ്ഞു നോക്കാം. ചിലപ്പോ ഭാഗ്യമുണ്ടെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും കാണും എന്നാണ് തോന്നുന്നത്. അപ്പൊ നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് കറങ്ങി നോക്കാടി. ഈ മരം കണ്ടപ്പോ ഒരു കാര്യം തോന്നുക. നമുക്ക് ഈ പ്ലാങ്ക് വെച്ച് ഈ മരത്തിന് ചാടി അപ്പുറത്തെ മരത്തിൽ കയറാൻ പറ്റുമോ നോക്കാം. ഓക്കെ, എന്തായാലും അവിടെ സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും അതിന് കാണാത്ത രീതിയിൽ പെട്ടെന്ന് ഇവിടെ ഓടിപ്പോവാം. ഇനി ഇവിടെ പിന്നെ മാറും. ഓക്കെ, ബൈ. അവിടെ ഒരു കേവ് കാണുന്നുണ്ട്.
നമുക്ക് കേറാം. ഓ ഷിറ്റ്, സ്കെലിട്ടൻ. പാവന്മാരെ കണക്കത്തെ 5-6 മോബുകളുണ്ട് കേട്ടാ. അപ്പൊ അവന്മാരെ നമ്മൾ സൂക്ഷിക്കണം. അവന്മാര് എന്തുവാ ചെയ്യാ, നമ്മളെ കൊല്ലാനായിട്ടാണ് നടക്കുന്നത്. അപ്പൊ അവന്മാരെ സൂക്ഷിക്കണം. നമ്മൾ രാവിലെ അത്ര സീനില്ല, രാത്രിയാണ് അവന്മാര് സീനാവുന്നതെന്നാണ് കേട്ടത് ഞാൻ. കേട്ടാ ഇത് നോക്കിക്കോ. കണ്ടോ? നിങ്ങളത് കണ്ടോ? അതേ നോക്ക്, അവിടെ ഒരു വില്ലേജ്. യെസ്, അപ്പം നമ്മൾ ഇന്നത്തെ ഗോള് നമ്മൾ കംപ്ലീറ്റ് ആക്കാനായിട്ടുണ്ട്. അതായത് എന്തോ നമ്മൾ വില്ലേജ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ വില്ലേജിന് എന്തൊക്കെ കിട്ടുമോ നമുക്ക് നോക്കാം. ഇങ്ങനെ എന്തിത് ഇതിൻ്റെ അകത്ത് അങ്ങനെ പറന്നു കേട്ടോ. നമുക്ക് എന്തായാലും ഇങ്ങനെ സഹായിക്കാം. നമ്മൾ നല്ലവനാണ്, അറിയാലോ. ഓക്കെ, എന്തായാലും നമ്മൾ അവനെ സഹായിച്ചിട്ടുണ്ട്. ഇത് കുറച്ച് കഴിയുമ്പോൾ ഡീസ്പോണായി പൊക്കോളോ നോക്കിയാണ് എനിക്ക് അറിയാൻ സാധിക്കുന്നത്. ഓക്കെ, എന്തായാലും ഈ വേൾഡിനെ കുറിച്ച് ഞാൻ പഠിച്ചു വരുന്നേ ഉള്ളൂ. നമുക്ക് ഈ വേൾഡിനെ എങ്ങനെയെങ്കിലും ബീറ്റ് ചെയ്യണം. അതാ ഇവിടെയും പെട്ടേ ഉള്ളൂ. ഇതെന്താ അതൊക്കെ എന്തിനടി? ആ, എന്തായാലും നമുക്ക് ഉടനെ അതൊക്കെ എന്താണെന്ന് അറിയാം. ഈ നോക്കാം, അവിടെ ഒരുത്തൻ കൊച്ചിയൊക്കെ. ഓക്കെ, എന്തോ ഇതൊക്കെ എന്തിനാണ് എനിക്കറിഞ്ഞൂടാ. ആ, പിന്നീട് വല്ല ആവശ്യം വരുമായിരിക്കും കേട്ടാ. ഞാൻ പോണ് കഥ കടച്ചിട്ടു ഞാൻ പോണം. ഓക്കെ, ഈ വീട്ടിൽ വല്ലതും കാണാമെന്തോ. ഇതിലല്ലേ ഞാൻ കയറുന്നത്. അങ്ങോട്ട് ഇറങ്ങി നമുക്ക് രാത്രി ആയാലും ഞാൻ ഭാഗത്ത് കാണിച്ചില്ല. ഇവിടെ അവനെ കൂടത്തെ കുറെ അവന്മാര് വരുമെന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞത്. അപ്പൊ അവന്മാര് വരണതിന് മുമ്പ് നമുക്ക് സേഫ് ആവണം. ഓക്കെ, ഇന്നത്തേക്ക് ഇത്രയൊക്കെ ഉള്ളടി. ഇനി ഞാൻ ഈ വീടിനെ കുറിച്ചൊന്ന് പഠിച്ചിട്ട് നാളെ കുറെയൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് വരാം. ബൈ.